ബീഫിന്റെ പേരിൽ വീണ്ടും ആൾക്കൂട്ടാക്രമണം. ബീഫ് വിറ്റെന്ന പേരിൽ അസമിലെ മുസ്ലിം കച്ചവടക്കാരനെ ആൾക്കൂട്ടം ക്രൂരമർദ്ദനത്തിന് ഇരയാക്കി. ഷൗക്കത്ത് അലി എന്ന അയാളാണ് മർദ്ദനത്തിന് ഇരയായത്. ദൃശ്യങ്ങളിലേക്ക്. അസമിലാണ് ദാരുണമായ സംഭവങ്ങൾ, കാഴ്ചകളാണ് കാണുന്നത്. ബീഫ് വിറ്റു എന്ന പേരിൽ വൃദ്ധനെ ആൾക്കൂട്ടം ആക്രമിക്കുകയാണ്. ഒപ്പം ഷൗക്കത്ത് അലി എന്ന മുസ്ലിം കച്ചവടക്കാരനെ പന്നിയിറച്ചി നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന കാഴ്ചകൾ. ജീന കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ജീന, ദാരുണമായ നിരവധി സംഭവങ്ങൾ സമാനമായ രീതിയിൽ കണ്ടിട്ടുണ്ട്. കൊലപാതകങ്ങൾ അടക്കം കണ്ട രാജ്യമാണ് ഇത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരിക്കൽ കൂടി അസമിൽ ആവർത്തിക്കപ്പെടുന്നു. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും ജോർജ്, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ 65 വയസ്സുകാരനായ ഒരു വൃദ്ധനെയാണ് ആൾക്കൂട്ടം അതിക്രൂരമായി മർദ്ദിച്ചത്. ബീഫ് വിറ്റെന്ന പേര് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു മർദ്ദനത്തിന് അദ്ദേഹം ഇരയാകേണ്ടി വന്നത്. 35 വർഷമായി ഹോട്ടൽ നടത്തുന്ന ഇദ്ദേഹത്തിനെ ആൾക്കൂട്ടം മർദ്ദിക്കുകയായിരുന്നു. മർദ്ദിക്കുക മാത്രമല്ല ചെയ്തത്, വിചാരണ ചെയ്യുകയും ഒപ്പം തന്നെ ഒരു പാക്കറ്റിലുള്ള പന്നിയിറച്ചി അയാളെ കൊണ്ട് കഴിപ്പിക്കുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായി. നിങ്ങൾ ബംഗ്ലാദേശുകാരിയാണോ, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ, ബീഫ് വിൽക്കാൻ ലൈസൻസ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തെ ഇത്തരത്തിലൊരു ആക്രമണത്തിന് ഇരയാക്കിയത്. ആൾക്കൂട്ട മർദ്ദനത്തിൽ അദ്ദേഹം താഴെ വീഴുന്നതും വീഡിയോയിൽ ദൃശ്യമാണ്. തുടർന്ന് പോലീസ് എത്തിയാണ് ഇയാളെ അവിടെ നിന്നും രക്ഷിച്ചത്. ഇയാൾ വർഷങ്ങളായി ഇവിടെ ഹോട്ടൽ നടത്തുകയാണ്. ബീഫ് വിറ്റെന്ന പേരിൽ ഇയാൾക്ക് ഇത്തരത്തിലൊരു മർദ്ദനമേറ്റതിന്റെ പേരിൽ ഇപ്പോൾ ഇയാൾ കംപ്ലൈന്റ് നൽകിയിട്ടുണ്ട്. FIR രജിസ്റ്റർ ചെയ്ത് പോലീസ് കേസ് എടുത്തിട്ടുമുണ്ട്. ഇയാളുടെ കുടുംബവും പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്തരത്തിലൊരു ദൃശ്യം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതിനെ തുടർന്നാണ് ഈ വിഷയം ഇപ്പോൾ പുറം ലോകം അറിഞ്ഞത്. വീണ്ടും ഒരു ഉത്തർപ്രദേശിൽ മുഹമ്മദ് അഖ്ലാഖിനെ ബീഫ് കഴിച്ചെന്ന പേരിൽ, വീട്ടിൽ സൂക്ഷിച്ചെന്ന പേരിൽ തല്ലിക്കൊന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ ഞെട്ടലെല്ലാം മാറുന്നതിന് പുറമെയാണ് വീണ്ടും ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത്. ഒരു വൃദ്ധനെ ഇത്തരത്തിൽ ആക്രമണത്തിന് ഇരയാക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കാലത്ത് ഇത് വീണ്ടും ഒരു ചർച്ചയാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ജോർജറ്റ്. ദാദ്രി കൊലപാതകമടക്കം നമ്മൾ ഏറെ ഞെട്ടലോടെ കാണുന്ന സംഭവങ്ങളാണ്. ഈ കേസിൽ ആദ്യ വിധി അടക്കം വന്നിരുന്നു. പശുവിന്റെ പേരിൽ കൊലപാതകം നടത്തിയ കേസിൽ അത്തരം പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട്, അവരേക്ക് വേദിയിൽ അവരെ പ്രത്യേകം സ്വീകരിക്കുന്ന നിലപാട്, അവരെ പൂമാല അണിയിക്കുന്ന നിലപാട്, ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. എന്താണ് ഈ സംഭവത്തിൽ ഇവിടെ അസമിൽ സംഭവിച്ചത്? ആരാണ് ഈ അതിക്രമത്തിന് പിന്നിൽ, ഈ ആൾക്കൂട്ടങ്ങൾക്ക് പിന്നിൽ ആരാണ്? തീർച്ചയായും ജോർജ്, അക്കാര്യത്തിലൊരു അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. FIR രജിസ്റ്റർ ചെയ്ത പോലീസ് അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത്, ജോർജ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദാദ്രി കൊലയടക്കം ഉത്തർപ്രദേശിൽ മുഹമ്മദ് അഖ്ലാഖിനെ കൊലപ്പെടുത്തിയ സംഭവത്തിലടക്കം ഒരു അന്വേഷണം വേണ്ട രീതിയിൽ അന്വേഷണം നടന്നോ, അല്ലെങ്കിൽ അതിലെ പ്രതികളെ തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരു ചടങ്ങിൽ ആ പ്രതികളെ മുന്നിൽ നിർത്തി അവരെ വേദിയിൽ തന്നെ ഇരുത്തി അവർക്കുള്ള ഒരു അവസരം നൽകുന്നു. ഇത്തരത്തിൽ പ്രതികളെ സംരക്ഷിക്കുന്നത്, ശിക്ഷിക്കേണ്ടവർ തന്നെ സംരക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം രാജ്യത്ത് വീണ്ടും വർദ്ധിച്ചു വരുന്നതെന്ന് നിസ്സംശയം പറയാം. വേണ്ട വിധത്തിലുള്ള ഒരു ശിക്ഷ പ്രതികൾക്ക് നൽകാനുള്ള ഒരു തയ്യാറെടുപ്പ് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ബീഫ് കഴിക്കുന്നവരെ തല്ലിക്കൊന്നതും ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയാക്കുന്നതുമായുള്ള സംഭവങ്ങൾ തുടർക്കഥയാവുന്നതിന്റെ ഒരു സാഹചര്യം അധികൃതരുടെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരത്തിലുള്ളൊരു അനാസ്ഥയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഹോട്ടൽ കച്ചവടക്കാരനാണ് മർദ്ദനത്തിനിരയായത് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമായത്. ഹോട്ടലിൽ ബീഫ് വിറ്റു എന്നായിരിക്കാം ആരോപണം. അതിന് പകരമായി അവർ ചെയ്തത് പന്നിയിറച്ചി നിർബന്ധിച്ച് കഴിപ്പിക്കുക, ആക്രമിക്കുക, ക്രൂരമായി മർദ്ദിക്കുക, ആളുകൾ കൂടി നിന്ന് ഒരു വൃദ്ധനായ ഒരാളെ മർദ്ദിക്കുന്ന സാഹചര്യം. ഇവിടെ പോലീസ് നിഷ്ക്രിയമാകുന്ന ഒരവസ്ഥ, ഭരണകൂടത്തിന്റെ മൗന പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ള സംശയം തന്നെയാണോ ഉയരുന്നത്?
തീർച്ചയായും ജോർജറ്റ്, വിശ്വനാഥ് ചരിയാലിയിൽ ഇയാൾ 35 വർഷമായിട്ട് ഹോട്ടൽ നടത്തുന്ന ഒരു വൃദ്ധനാണ്. 68 വയസ്സുണ്ട് ഇദ്ദേഹത്തിന്. ഇവരെയാണ് ബംഗ്ലാദേശുകാരനാണോ, നിങ്ങൾക്ക് ബീഫ് വിൽക്കാൻ ലൈസൻസ് ഉണ്ടോ എന്ന് തുടങ്ങി പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ക്രൂരമായ ആക്രമണത്തിന് ഇരയാക്കിയത്. നാട്ടുകാർ വട്ടം ചേർന്ന് ആക്രമിച്ചതിന് ശേഷം അദ്ദേഹം തളർന്ന് ഒരു വശത്തേക്ക് വീഴുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ആൾക്കൂട്ട മർദ്ദനം തുടരുന്ന സാഹചര്യത്തിൽ പോലീസ് എത്തിയാണ് ഇദ്ദേഹത്തെ അവരിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. തുടർന്ന് കുടുംബമടക്കം രംഗത്തെത്തുകയും ഇതിനെതിരെ പരാതി നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ജോർജറ്റ്, മോദി അധികാരത്തിലെത്തിയ ശേഷം നിരന്തരമായ ഇത്തരം ആക്രമണങ്ങൾ നടക്കുകയായിരുന്നു. ദാദ്രിയിലാണ് അഖിലാഖ് കൊല്ലപ്പെട്ടത്. അതിനുശേഷം തുടർമാനമായ സംഭവങ്ങൾ രാജ്യത്ത് ഉണ്ടായി. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടി ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ഈ പശു വിവാദം, ബീഫ് വിവാദം ഉയർത്തി ഒരു ന്യൂനപക്ഷ വർഗീയത ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഭൂരിപക്ഷ വർഗീയതയിലേക്ക് ആളുകളെ സംഘടിപ്പിക്കുക, അത് വോട്ടാക്കി മാറ്റുക തുടങ്ങിയ ലക്ഷ്യങ്ങളുടെ ഭാഗമായാണോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്? തീർച്ചയായും ജോർജറ്റ്, ഇത് തിരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു ചർച്ചയാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം ഒരുപാട് ചർച്ചകൾക്ക് ശേഷം ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയ, അല്ലെങ്കിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥടക്കം പ്രതിരോധത്തിലാക്കിയ ഒരു സംഭവമായിരുന്നു മുഹമ്മദ് അഖ്ലാഖിന്റെ മരണം, ആൾക്കൂട്ട മർദ്ദനവും തുടർന്നുണ്ടായ മരണവുമെല്ലാം. ഈ സംഭവത്തിന് ശേഷം വീണ്ടും സമാനമായ രീതിയിൽ ഒരു ബീഫ് കഴിച്ചെന്ന പേരിൽ, അല്ലെങ്കിൽ ബീഫ് വിറ്റെന്ന പേരിൽ ഒരു 68 വയസ്സുകാരനെ ആക്രമിക്കുന്ന, ആൾക്കൂട്ട മർദ്ദനത്തിന് ഇരയാക്കുന്നു എന്ന സംഭവം വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. ജിന, ഇപ്പോൾ മാധ്യമപ്രവർത്തകനായ M. ജയചന്ദ്രൻ കൂടി നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ M. ജയചന്ദ്രൻ, ഏറെ ദൗർഭാഗ്യകരമായ കാഴ്ചയാണ്. 65 വയസ്സുള്ള ഹോട്ടൽ കച്ചവടക്കാരനായ, ഹോട്ടൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഷൗക്കത്ത് അലി എന്ന ആളെ ആൾക്കൂട്ടം തടഞ്ഞു വെച്ച് മർദ്ദിക്കുന്നു, ബീഫ് വിറ്റു എന്ന ആരോപണത്തിന്റെ പേരിൽ. ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. എങ്ങനെ കാണാനാകുന്നു ഈ മനുഷ്യത്വരഹിതമായ നടപടിയെ, ഒപ്പം ഈ ആൾക്കൂട്ട ആക്രമണങ്ങളെ? ഇത് ഏറെ ദൗർഭാഗ്യകരമായ സംഭവം എന്നുള്ളതല്ല, അങ്ങനെയല്ല എന്ന് വിശേഷിപ്പിച്ച് കർശനമായും ഇത് ഏറ്റവും നീചപ്രവൃത്തിയാണ് ഇത് അവിടെ കാട്ടിയിരിക്കുന്നത്. എന്താണ് ഈ രാജ്യത്ത് എങ്ങനെ ജീവിക്കണം, തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവകാശം മനുഷ്യർക്കില്ല എന്ന് പരസ്യമായ പ്രഖ്യാപനം BJPക്കാർ നടത്തുന്നതിന് തുല്യമാണല്ലോ ഇത് വരുന്നത്. അയാള് ഈ പറഞ്ഞ വ്യക്തി, ആ വൃദ്ധൻ, അദ്ദേഹം തൊഴിലെടുത്ത് ജീവിക്കുകയാണ്. മാംസം വിറ്റ് ജീവിക്കാൻ ഈ രാജ്യത്ത് അവകാശമില്ല എന്നുള്ള നിയമം ഉള്ള രാജ്യമല്ലല്ലോ ഇന്ത്യ. നേരത്തെ അഖിലാഖിന്റെ കാര്യത്തിൽ കണ്ടു. ഈയിടെ സുരേഷ് ഗോപി കടന്ന് വിലപിക്കുന്ന കേട്ടല്ലോ തൃശ്ശൂര്. സ്വന്തം അവനവൻ ആരാധിക്കുന്ന ദൈവത്തിനെ പറയാൻ അവകാശമില്ലാത്ത നാടാണ് ഇതെന്ന്. ഇതിനൊക്കെ എന്തുണ്ട് ഇത്തരം മാന്യന്മാർക്ക് പ്രതികരിക്കാനായിട്ട്? സ്വന്തം ജോലി ചെയ്ത് ജീവിക്കാൻ അവകാശമില്ലാത്ത രാജ്യമായി ഈ ഇന്ത്യയെ മാറ്റുന്ന നടപടികളാണ്. ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാനുണ്ട് ഈ BJPക്കാരോട്. ഇതൊക്കെയാണ് നിങ്ങൾ നടപ്പാക്കാൻ പോകുന്നതെങ്കിൽ, ഇതാണ് ഈ രാജ്യത്തെ ജനാധിപത്യം നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതല്ല ജനാധിപത്യം എന്നുള്ളതിന്റെ കൃത്യമായ മറുപടി ഇനി വരും ദിവസങ്ങളിൽ, മറ്റന്നാൾ മുതൽ തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ എന്നും കൂടെ കണ്ടോണം. ഇത് M. ജയചന്ദ്രൻ സൂചിപ്പിച്ചത് തന്നെ അതിന്റെ ഏറ്റവും വലിയ തെളിവുകൾ തന്നെയാണ്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതിന്റെ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. BJPയുടെ പ്രകടന പത്രിക കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതിലും വിശ്വാസവും ആചാരവും ഒക്കെ ഉയർത്തിപ്പിടിച്ച് വർഗീയവൽക്കരണം തന്നെയായിരുന്നു ലക്ഷ്യം വെച്ചത്. പ്രകടന പത്രിക പുറത്തിറങ്ങിയ ശേഷം അതിന് സമാനമായ രീതിയിൽ ആളുകളെ ധ്രുവീകരിക്കുന്ന തരത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമം, അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അയാൾക്ക് ശിക്ഷയായി പന്നിയുടെ മാംസം കഴിക്കാൻ കൊടുത്തത്. അതെ, കഴിക്കാൻ കൊടുക്കുകയല്ല, കഴിപ്പിക്കുകയാണല്ലോ. ആ പന്നിയിറച്ചി കഴിക്കണമെന്നോ നിർബന്ധിച്ച അന്വേഷണം കൊണ്ട് പന്നിയിറച്ചി തീറ്റിക്കുന്ന അവസ്ഥയാണല്ലോ ഉണ്ടായത്. ഇത് തന്നെയാണ് BJPയുടെ ഇന്നലെ പുറത്തിറക്കിയ സങ്കല്പപത്ര തന്നെയാണ് ഉന്നയിക്കുന്ന ഉള്ളടക്കം. അതായത് തീവ്ര ഹിന്ദുത്വം, തീവ്ര ദേശീയത, അതിൽ മുസ്ലിം അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് സ്ഥാനമില്ല, അവർക്ക് ഈ ഇടവുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നടപടികളാണ് പ്രകടന പത്രിക അടക്കം വരുന്നത്. ഈ നിലയിൽ എന്താണ് BJP ഈ രാജ്യത്തോട് ചെയ്യുന്ന ജനാധിപത്യ ബോധം, ജനാധിപത്യ ക്രമം എന്നുള്ളതാണ് വോട്ടർമാർ മനസ്സിലാക്കേണ്ടത്. ഇത് അത്യന്തം പ്രതിഷേധാർഹമായി തിരിച്ച് പ്രതികരിക്കേണ്ട ഒരവസ്ഥ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്, അത് സംശയമില്ല കാര്യത്തിൽ. ഈ ആക്രമണം നടത്തുന്നതിനപ്പുറം അത് മൊബൈലിൽ പകർത്തുക, അത് പ്രചരിപ്പിക്കുക എന്നതുകൂടിയുണ്ട്. അതും വലിയൊരു കുറ്റകൃത്യമാണ്. അത് പരമാവധി ആളുകളുടെ ഇടയിലേക്ക് എത്തിച്ച് തങ്ങളുടെ നയം ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് ഈ ഗോ സംരക്ഷണ പ്രവർത്തകർ. അവരെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു, യോഗി ആദിത്യനാഥ് പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഇതേപോലെ പശു കൊലപാതകം നടത്തിയ ആളുകളെ പ്രധാന വേദിയിൽ മുൻനിരയിൽ ഇരുത്തി ആദരിക്കുന്നത് വരെ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടതാണ്.
അപ്പൊ അവരോട് ചോദിച്ചു നിൽക്കുന്നവർ, BJP-യോടും പരിവാർ വിഭാഗത്തിനോടും ചോദിച്ചു നിൽക്കുന്നവർ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും തെറി വിളിച്ചാലും കുഴപ്പമില്ല, അവരെല്ലാം കൂട്ടത്തോട് സംരക്ഷിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ ക്രമമായി അങ്ങ് നടപ്പിലാക്കാൻ ഒരുങ്ങി നടക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ അതിന്റെ ആ മീറ്റിങ്ങിലൊക്കെ കണ്ടത്. ഇപ്പൊ ഇവിടെ കാണുന്ന എന്താണ്? ഇത് അസം പോലെ ഒരു സംസ്ഥാനത്ത് അവരെ ഈ ഒരു വൃദ്ധന് സ്വന്തം ജോലി ജീവിക്കാൻ അവകാശമില്ലാത്ത വിധം അയാള് ഈ മാട്ടിറച്ചി വിറ്റ് ജീവിക്കുന്ന ഇന്ന് തുടങ്ങിയ ജീവിതമല്ല, എത്രയോ വർഷങ്ങളായി അനുഷംഗം ജീവിക്കുന്നതെന്ന് പറയുന്നു. അവിടെ അദ്ദേഹത്തിന് അത് നിരോധിക്കുകയും പന്നിയിറച്ചി തീറ്റിക്കുകയും എന്നിട്ട് അത് മൊബൈലിലെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള നാസിസം അതാണല്ലോ ഈ പ്രചരിപ്പിക്കുന്നത്. എത്രയും ജനാധിപത്യ വിരുദ്ധമാണ് നടപടിക്രമം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വളരെ വ്യക്തമാണ്. നന്ദി. ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് ശ്രീ M. ജയചന്ദ്രൻ. എന്തായാലും തൊഴിലെടുത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ബീഫിന്റെ പേരിൽ വീണ്ടും അതിക്രമം ഉണ്ടായിരിക്കുന്നു. ജീനയിലേക്ക്. ജീന, പോലീസ് എന്ത് നടപടിയാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്? ജോർജ്, ഇക്കാര്യത്തിൽ ഇയാളുടെ പരാതി നൽകിയ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്ത പോലീസ് അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ BJP അധികാരത്തിലെത്തിയ ശേഷം ബീഫ് കഴിച്ചെന്ന പേരിൽ, അതായത് ഇഷ്ടഭക്ഷണം കഴിക്കാനുള്ള ഒരു അവകാശം നിഷേധിക്കപ്പെടുന്നു. ഇപ്പോൾ തൊഴിലെടുക്കാനുള്ള ഒരു അവകാശം നിഷേധിക്കപ്പെടുന്നു. തൊഴിലെടുക്കുന്നത് ചോദ്യം ചെയ്യപ്പെടുന്നു. ഭക്ഷണം കഴിക്കുന്നത്, ഏത് ഭക്ഷണമാണ് കഴിക്കുന്നത് അതിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുന്നു. മാത്രമല്ല പൗരത്വം വരെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നത്. തീർച്ചയായും ഇത് തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു പ്രതിഷേധം BJP-ക്കെതിരെ ഉയരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഏതായാലും FIR രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. വളരെ വ്യക്തമാണ്. ജീനയാണ് വിവരങ്ങൾ നൽകിയത്. ബീഫിന്റെ പേരിൽ വീണ്ടും ആൾക്കൂട്ട ആക്രമണം. അസമിലാണ് സംഭവം. 65 വയസ്സുള്ള ഹോട്ടൽ കച്ചവടക്കാരനെ ആൾക്കൂട്ടം ക്രൂരമർദ്ദനത്തിന് ഇരയാക്കുകയായിരുന്നു. വിവരങ്ങളാണ് ജീന നൽകിയത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെ ലക്ഷ്യം വെച്ച് നടക്കുന്ന രാജ്യവ്യാപക റെയ്ഡുകളിൽ വിശദീകരണം തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതേസമയം മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥുമായി ബന്ധപ്പെട്ടവരുടെ വസതികളിൽ IT റെയ്ഡ് 3-ാം ദിവസവും തുടരുകയാണ്. സർവേ ഫലങ്ങളെ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2004-ലേതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി. തട്ടിക്കൂട്ട് സർവേകൾ കൊണ്ട് താഴെയുള്ളവർ മുകളിൽ വരില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്തരം സർവേകൾ കൊണ്ടൊന്നും താഴെ പോയത് മേലെ വരില്ല എന്ന് കണ്ടുകൊള്ളണം. അവര് താഴെ തന്നെ കിടക്കും. ഇന്നത്തെ രാജ്യത്തിന്റെ അവസ്ഥയിൽ BJP-യെ അംഗീകരിക്കാൻ ആരും തയ്യാറല്ല. നമ്മുടെ സംസ്ഥാനം 2004-ൽ വാജ്പേയിയുടെ ഗവൺമെന്റിന്റെ അവസാന കാലം ഒരു തെരഞ്ഞെടുപ്പ് നേരിട്ടു. ആ തെരഞ്ഞെടുപ്പില് കേരളം രാജ്യത്തിന്റെ പൊതുവികാരത്തോടൊപ്പം നിന്ന ഒരു പ്രത്യേക രീതിയിലായിരുന്നു. രാജ്യത്ത് വാജ്പേയിയുടെ ഗവൺമെന്റ് തുടർച്ചയുണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് കണ്ടത്. എന്നാൽ കേരളം പറഞ്ഞു, ഉറപ്പായ നില സ്വീകരിക്കണമെങ്കിൽ LDF സ്ഥാനാർത്ഥികൾ ജയിച്ചു പോകണം. അങ്ങനെയാണ് 20-ൽ 18 സീറ്റ് ഇടതുപക്ഷത്തിന് LDF-ന് അന്ന് നൽകിയത്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളം 2004-നേക്കാളും കൂടുതൽ, 18-നേക്കാളും കൂടുതൽ സീറ്റുകളാണ് LDF-ന് നൽകാൻ പോകുന്നത്. മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് തൊഴിലുറപ്പ് കുടിശ്ശിക അനുവദിച്ചു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി KG ദിനകർ ഇപ്പോൾ ടെലിഫോണിൽ ചെയ്യുകയാണ്. KG ദിനകർ, എന്താണ് വിവരങ്ങൾ? ജോർജറ്റ്, തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന അംഗങ്ങൾക്ക് ഏതാണ്ട് 1241 കോടി രൂപയുടെ കുടിശ്ശിക കേന്ദ്രം നൽകാനുണ്ടായിരുന്നു. 2018 നവംബർ മുതലുള്ള കുടിശ്ശികയാണ് ഇത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഈ പണം ഉടൻ അനുവദിക്കണം എന്നായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത്. പ്രളയാനന്തര കേരളത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. നിരവധി ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിത വൃത്തി പുലർത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എത്രയും വേഗം തുക അനുവദിക്കണം എന്ന് അദ്ദേഹം പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഈ കുടിശ്ശിക ഇപ്പോൾ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. 1241 കോടി രൂപയാണ് കുടിശ്ശിക അനുവദിച്ചിരിക്കുന്നത്. ഈ പണം വിഷുവിന് മുൻപ് തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള അംഗങ്ങൾക്ക് കൊടുത്തു തീർക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് സർക്കാരിനുള്ളത്. എന്തായാലും ഇതിലൂടെ കോടിക്കണക്കിന് 1241 കോടി രൂപയുടെ കുടിശ്ശിക സംസ്ഥാനത്ത് എമ്പാടും വിതരണം ചെയ്യാൻ കഴിയുമെന്നുള്ള വലിയ പ്രത്യാശയിലാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്.
അതായത് കഴിഞ്ഞ നവംബർ മുതൽ ഉള്ള കുടിശ്ശികയായിരുന്നു കിട്ടാനുള്ളത്. ഇതാണ് കിട്ടിയത്. അത് എന്ന് വിതരണം ചെയ്യാൻ കഴിയുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അത് എത്രയും വേഗം കേന്ദ്ര സർക്കാർ ഈ പണം അനുവദിച്ചു. അത് ഇനി ട്രഷറിയിലേക്ക് എത്തേണ്ട താമസം മാത്രമേ ഉള്ളൂ. അത് വിഷുവിന് മുൻപ് തന്നെ കൊടുത്തു തീർക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് സർക്കാർ വെച്ച് പുലർത്തുന്നത്. ഒരുപക്ഷെ ഏറെ പഴി കേട്ടിരുന്നു ഇക്കാര്യത്തിൽ. അത് മുഖ്യമന്ത്രിയുടെ ക്രിയാത്മകമായ ഇടപെടൽ അത് വിഷുവിന് മുമ്പ് എന്തായാലും തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങൾക്ക് കിട്ടാക്കടമായുള്ള കൂലി ലഭ്യമാകും. മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് 1241 കോടി രൂപ അനുവദിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ KG ദിനകർ നൽകിയത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും പ്രചരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നില്ലെന്ന് VS അച്യുതാനന്ദൻ. ശത്രു വാതുക്കൽ എത്തി നിൽക്കുമ്പോൾ ഇവിടെ എല്ലാവരും താരപ്രചാരകരാണെന്ന് VS ഫേസ്ബുക്കിലൂടെ പറഞ്ഞു. ആസുരമായ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണിത്. പ്രചരിപ്പിക്കാനുള്ളത് സംശുദ്ധമായ ആശയങ്ങളാകുമ്പോൾ എല്ലാവരും താരപ്രചാരകർ തന്നെയാണെന്ന് VS ഫേസ്ബുക്കിൽ പറഞ്ഞു. അഭയ കേസിലെ പ്രതികൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി. 1ഉം 3ഉം പ്രതികളായ ഫാദർ തോമസ് M കോട്ടൂർ, സിസ്റ്റർ സെഫി എന്നിവർ വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി വിധിച്ചു. ഇരുവർക്കുമെതിരെ തെളിവുണ്ടെന്ന് വിലയിരുത്തിയാണ് ഉത്തരവ്. 2ാം പ്രതി ഫാദർ ജോസ് പൃഥ്വികേലിനെ വിചാരണ കൂടാതെ വെറുതെ വിട്ട CBI കോടതി ഉത്തരവ് ഹൈക്കോടതി ശരിവെച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന KT മൈക്കിളിനെ പ്രതി ചേർത്ത നടപടി കോടതി റദ്ദാക്കി. 3 പ്രതികൾ വിചാരണ നേരിടണമെന്ന തിരുവനന്തപുരം CBI കോടതി ഉത്തരവിനെതിരെ 1ാം പ്രതി ഫാദർ തോമസ് M കോട്ടൂർ, 3ാം പ്രതി സിസ്റ്റർ സെഫി എന്നിവരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇരുവരുടെയും ഹർജി തള്ളിയ കോടതി ഇരുവരും CBI കോടതിയിൽ വിചാരണ നേരിടണമെന്ന് ഉത്തരവിട്ടു. കുറ്റകൃത്യത്തിൽ തുല്യ പങ്കാളിത്തമുണ്ടെന്ന് CBI കണ്ടെത്തി 2ാം പ്രതിയാക്കിയ ഫാദർ തോമസ് M കോട്ടൂരിനെ വിചാരണ കൂടാതെ തിരുവനന്തപുരം CBI കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. ഇതിനെതിരെ അഭയ കേസ് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ജോമോൻ പുത്തൻപുരയ്ക്കലാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ജോമൻ പുത്തൻപുരയ്ക്കലിന്റെ ഹർജി തള്ളിയ കോടതി വിചാരണ കോടതി നടപടി ശരിവെച്ചു. ഇതോടെ ഫാദർ തോമസ് M കോട്ടൂർ കുറ്റവിമുക്തനായി. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന KT മൈക്കിളിനെ തെളിവ് നശിപ്പിച്ചതിനും ഗൂഢാലോചന നടത്തിയതിനും CBI കോടതി 4ാം പ്രതിയാക്കി ഉൾപ്പെടുത്തിയിരുന്നു. ഇതിനെതിരെ KT മൈക്കിൾ സമർപ്പിച്ച ഹർജി അംഗീകരിച്ച കോടതി CBI കോടതി ഉത്തരവ് റദ്ദാക്കി. ഇതോടെ KT മൈക്കിളും വിചാരണ കൂടാതെ കുറ്റവിമുക്തനായി. എന്നാൽ ഫാദർ ജോസ് പുതൃകയിലിനെയും KT മൈക്കിളിനെയും കുറ്റവിമുക്തരാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ജോമോൻ പുത്തൻപുരയ്ക്കൽ അറിയിച്ചു. 1992 ജനുവരി 27-നാണ് കോട്ടയം പൈസ് 10th കോൺവെന്റിലെ കിണറ്റിൽ സിസ്റ്റർ അഭയുടെ ജഡം കണ്ടെത്തിയത്. സിസ്റ്റർ അഭയെ തലക്കടിച്ച് വീഴ്ത്തി കിണറ്റിലേക്ക് എടുത്തിട്ട് കൊലപ്പെടുത്തിയെന്നാണ് പ്രതികൾക്കെതിരായ കുറ്റം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വീർപ്പുമുട്ടുകയാണ് അമേഠിയിലെ ഗ്രാമങ്ങൾ. വളർത്തുമൃഗങ്ങൾക്കൊപ്പമാണ് പലയിടത്തും മനുഷ്യവാസം. പ്രധാന നഗരമായ ജയാസിന് സമീപത്തെ 5 ഗ്രാമങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാൻ നടപ്പാത മാത്രമാണ് ആശ്രയം. 8 മണിക്കൂർ മാത്രമാണ് വൈദ്യുതി ലഭ്യമാകുക. 400 കുടുംബങ്ങൾ ഒരേ ഒരു സർക്കാർ കുഴൽക്കിണറിനെ ആശ്രയിച്ചാണ് ഇവിടെ ജീവിക്കുന്നത്. 5 ചെറുഗ്രാമങ്ങളിലേക്കുള്ള വഴികൾ സംഗമിക്കുന്നയിടത്താണ് ഞാൻ നിൽക്കുന്നത്. ഏകദേശം 2000-ഓളം പേരാണ് ഈ 5 ചെറുഗ്രാമങ്ങളിലായി താമസിക്കുന്നത്. സഫു, പന്നു, ഔലാദ്, ജാക്കിജാൻ, നേവാസ് 5 ഗ്രാമങ്ങൾ അമേഠിയിലെ പ്രധാന നഗരമായ ജായസിനടുത്താണെങ്കിലും മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്നും തീണ്ടാപ്പാടകലെ. ഈ ഗ്രാമങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാൻ നന്നേ ഇടുങ്ങിയ നടപ്പാത മാത്രമാണ് ആശ്രയം. ജായസിലേക്കും വഴി ഇടുങ്ങിയത് തന്നെ. അടിയന്തര ഘട്ടത്തിൽ ആശുപത്രിയിൽ പോകാൻ പോലും വാഹനം കടന്നു ചെല്ലാത്തവയാണ് ഇവിടുത്തെ റോഡുകൾ. നല്ല റോഡിനു വേണ്ടി പരാതിയുമായി മുട്ടിവിളിക്കാത്ത വാതിലുകളില്ല. എന്നാൽ പരിഹാരം മാത്രം അകലെ. 400-ഓളം കുടുംബങ്ങൾ ഇവിടെ ജീവിക്കുന്നു. ഈ കാണുന്ന ഒരേയൊരു സർക്കാർ കുഴൽക്കിണറിനെ ആശ്രയിച്ചാണ് 2000-ഓളം പേർ ജീവിതം തള്ളി നീക്കുന്നത്. 8 മണിക്കൂർ നേരത്തേക്ക് മാത്രമാണ് വൈദ്യുതി ലഭിക്കുന്നത്. 8-10 घंटा जरूर रहते हैं। स्कूल यहाँ नहीं है। अब स्कूल बच्चों को पढ़ाई के लिए जो है दूर ले जाना पड़ता है और रोड साइड से है, इसलिए जो है छोटे छोटे बच्चे सब ऐसे घूमते हैं. റോഡിനടുത്തുള്ള അഴുക്കുചാലിൽ മഴക്കാലത്ത് അരപ്പൊക്കത്തിൽ വെള്ളമുയരും. ഇതോടെ കാൽനടയും ദുരിതമാകും. ഇതിനേക്കാൾ ദുരിതമാണ് സമീപ ഗ്രാമമായ ഗറോളിയിലെ അവസ്ഥ. ആടുമാടുകൾക്കൊപ്പമാണ് മനുഷ്യവാസം. ആ കാണുന്ന മുറിയിൽ ചാന്ദ് മുഹമ്മദും ഭാര്യയും 3 മക്കളും തലചായ്ക്കും. ഇടതുവശത്ത് 2 വളർത്താടുകളും. ചാന്ദ് മുഹമ്മദിന്റെ അയൽക്കാരൻ രാംചരന്റെ വീട്ടിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഭിത്തിമറ പോലുമില്ലാതെ 2 എരുമകൾക്കൊപ്പമാണ് 18 മാസമായി ഇദ്ദേഹത്തിന്റെ താമസം. ഇതാണ് രാഹുലിന്റെ അമേഠി. മനുഷ്യനും മൃഗവും ഒറ്റ കൂരയ്ക്ക് കീഴിലാണ് ഇവിടെ താമസം. അമേഠിയിലെ ഖറോളി ഗ്രാമത്തിൽ നിന്നും ക്യാമറാമാൻ അതുൽ CS-നൊപ്പം
ശരത് കെ ശശി.